സ്മാർട്ട് ഷോപ്പ് ലൈറ്റിൽ എങ്ങനെയാണ് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇതിലുള്ളത്. കൺട്രോൾ അടിച്ച് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുക, നെയിം എന്നുള്ളിടത്ത്. അത് നമ്മുടെ ഹോർലിക്സ് 500 ഗ്രാം ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു HSM കോഡാണ്. HSM കോഡ് എന്ന് വെച്ചാൽ നമുക്കൊരു ടാക്സ് കോഡാണ്. അത് നമുക്ക് നോർമൽ പർച്ചേസ് ഇൻവോയ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കിട്ടും. പർച്ചേസ് ഇൻവോയ്സിലുണ്ടാവും HSM കോഡ്. ആ HSM കോഡ് നമ്പർ കൊടുക്കുക. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റഗറി ഗ്രൂപ്പാണ്. കാറ്റഗറി ഗ്രൂപ്പ് കാറ്റഗറി അറിയാൻ നോർമൽ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഗ്രൂപ്പിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന സബ് കാറ്റഗറിയാണ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു കാറ്റഗറി അണ്ടറിൽ സബ് കാറ്റഗറി നമുക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടാക്സ് പെർസെൻറ്റേജ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്കപ്പോൾ 12% ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ ആ ഗ്രൂപ്പും കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി IGSTയും SGST CGST ഒക്കെ ഓട്ടോമാറ്റിക് വന്നിട്ട് അവിടെ ടാക്സ് പെർസെൻറ്റേജ് കയറും. കണ്ടോ, 9% SGSTയും CGST 9%, IGST 8%. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടതാണ് ബേസ് യൂണിറ്റ്. ബേസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ പീസസ് ആണെങ്കിൽ പീസസ്. ഇപ്പോൾ നമ്മൾ ഹോർലിക്സ് പറയുന്ന ഒരു ബോക്സ് പീസസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബില്ല് ചെയ്യുക. തൂക്കി അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തൂക്കി കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും. അങ്ങനത്തെ ഐറ്റംസ് ആകുമ്പോൾ KG ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, പീസസ് ആണ് സെലക്ട് ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസ് കൊടുക്കുക, എത്രയാണ് വാങ്ങിയത്, പിന്നെ റീറ്റെയിൽ പ്രൈസ് അത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ടിക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇൻക്ലൂഡിങ് കോസ്റ്റ് പ്രൈസ്, ഇൻക്ലൂഡിങ് സെയിൽ പ്രൈസ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊടുത്തപ്പോൾ 350 കൊടുത്തതിൽ ടാക്സ് ഇൻക്ലൂഡ് അല്ലാതാണ് ടിക്ക് ചെയ്ത കാരണം. ഇന്ന് റീറ്റെയിൽ പ്രൈസിൽ നമ്മൾ ടിക്ക് ചെയ്തു, അത് ടാക്സ് ഇൻക്ലൂഡഡ് ആണെന്നുള്ള. എത്രയാണ് വിൽക്കുന്ന റേറ്റ് അതിൽ ടാക്സ് ഇൻക്ലൂഡ് ആണ്. എന്ന് വെച്ചാൽ എക്സ്ട്രാ വിൽക്കുന്ന റേറ്റിനേക്കാൾ എക്സ്ട്രാ ടാക്സ് എന്ത് ചെയ്യില്ല, വിൽക്കുന്ന എമൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഇനി അത് നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതാണത്. ഇപ്പോൾ ഞാനിത് 500 ഗ്രാം ആയിട്ട് 1 kg ആക്കി. പിന്നെ വ്യൂ നമുക്ക് ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് കാണാം. പിന്നെ നേരെ അപ്ഡേറ്റിലേക്ക് തന്നെ പോയിട്ട് ഞാൻ ഒരു 2 ഡീറ്റെയിൽസ് കൂടി പറയാൻ പറഞ്ഞു. റീഓർഡർ ലെവലും പിന്നെ അവന് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം ക്വാണ്ടിറ്റി സ്റ്റോക്കിൽ 10 വേണമെന്നുണ്ടെങ്കിൽ ആ മിനിമം ലെവൽ 10 കൊടുക്കും. അത് സ്റ്റോക്ക് മുമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ റീഓർഡർ റിപ്പോർട്ടിൽ അത് കാണിക്കും, സ്റ്റോക്ക് കുറവുണ്ടെന്ന് കാണിക്കും. പിന്നെ ഓപ്പൺ ക്വാണ്ടിറ്റി നമ്മൾ ഇപ്പോൾ പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഷോപ്പിൽ ഓൾറെഡി ഉള്ള ക്വാണ്ടിറ്റി പർച്ചേസ് ന്യൂസ് വഴി കയറ്റാതെ നമ്മൾ ഓപ്പൺ ക്വാണ്ടിറ്റി ആയിട്ട് കയറ്റുമ്പോൾ നമ്മൾ പുതിയ എൻട്രി ചെയ്യുമ്പോഴാണ് അങ്ങനെ നമ്മൾ ഓപ്പൺ ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കുക.